നമ്മുടെ ആശുപത്രിയിൽ പേഷ്യൻസിൻ്റെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്കുള്ള വരവ് പലപ്പോഴും ഒരു പാനിക് സിറ്റുവേഷനാണ്. പേഷ്യൻ്റ് അസ്വസ്ഥമാണ്, ചിലപ്പോൾ ബോധമുണ്ടാവില്ല. പേഷ്യൻറ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർ പലപ്പോഴും സ്വസ്ഥമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നടക്കുന്ന അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ, ട്രാൻസ്ഫർ ഇൻ ആയാലും ട്രാൻസ്ഫർ ഔട്ട് ആണെങ്കിലും എല്ലാം തന്നെ ഒരാളിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കണം. നമുക്കതിന് ഒരു ഡിഫൈൻഡ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ക്രൈറ്റീരിയ അത് കൃത്യമായും ഡോക്യുമെൻ്റ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടാവണം. ICUയിലും HDUയിലും പലപ്പോഴും ഇവിടുന്ന് സുഖപ്പെട്ടല്ലാതുള്ള ഡിസ്ചാർജ് ഉണ്ട്. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ അതിന് കൃത്യമായൊരു മെക്കാനിസം ഉണ്ടാവണം. നമ്മുടെ ICUയിൽ നിന്നോ HDUയിൽ നിന്നോ ഒരു പേഷ്യൻറ്റിനെ നമ്മളുടെ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയാൽ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അതിന് നാഷണൽ ഇൻ്റർനാഷണൽ ക്രിട്ടിക്കൽ കെയർ സൊസൈറ്റി ഗൈഡ് ലൈൻസുകൾ ഉണ്ട്. നമ്മൾ തൊട്ടടുത്ത ഒരു ഒബ്ജക്റ്റീവ് എലമെന്റിൽ ഈ ഗൈഡ് ലൈൻസിനെ കുറിച്ച് വിശദമായി പഠിക്കാൻ തയ്യാറെടുക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടെന്ന് മാത്രം ഇപ്പോൾ പറയുന്നത് വിഷമിക്കേണ്ട. നമ്മൾ തൊട്ടു പുറകെ അതിൻ്റെ ഈ ഇത്തരത്തിലുള്ള ഗൈഡ് ലൈൻസിനെ കുറിച്ച് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റാഫുകൾക്ക് ഈ ക്രൈറ്റീരിയാസ് അപ്ലൈ ചെയ്യാനുള്ള ട്രെയിനിങ് ഉണ്ടാവണം. വെറുതെ ഒരു സ്റ്റാഫ് പുതുതായിട്ട് ജോയിൻ ചെയ്ത ഉടനെ ഒരിക്കലും കൊണ്ട് നിർത്താൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ICU അല്ലെങ്കിൽ HDU. ഈ ഗൈഡ് ലൈൻസുകൾ പഠിക്കാനുള്ള സൗകര്യം കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ എത്തിയാൽ നമുക്ക് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽപ്പെട്ട COP 9B ദ ഡിഫൈൻഡ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ക്രൈറ്റീരിയ ഫോർ ഇന്റൻസീവ് ആൻഡ് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്സ് ആർ ഇംപ്ലിമെന്റഡ്. ഒരു സ്റ്റാറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെന്റ് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവിടെ ആ ഗൈഡ് ലൈൻസിൽ നമുക്ക് സൂക്ഷ്മത ഉണ്ടാവാനാണ് ഈ ഒരു കമ്മിറ്റ്മെന്റ് കാറ്റഗറി ആയിട്ട് ഇതിനെ വെച്ചിരിക്കുന്നത്. സോ നമുക്ക് വിശദമായ പഠനം അടുത്ത ഒബ്ജക്റ്റീവ് എലമെന്റിലേക്ക് കടക്കാം.